സുധാകരന് പിടിവാശിയോ എന്നതിന് പ്രതികരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് റോഷിപാൽ എന്ന ഞങ്ങളുടെ റിപ്പോർട്ടറെ കെ സുധാകരൻ ഒരു പൊതുമാധ്യമ വേദിയിൽ വെച്ച് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തിയതിലുള്ള ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പാർട്ടി ഒരിക്കലും ഏതെങ്കിലും ഒരു മാധ്യമത്തെ ബഹിഷ്കരിച്ചതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, ഞാനും ഇന്നേവരെ കേട്ടിട്ടില്ല. ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ലെഗസി എന്ന് പറയുന്നത് എത്ര ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോഴും ആ പാർട്ടിക്ക് യോജിക്കാൻ കഴിയാത്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോഴും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ആ പാർട്ടി ആ പ്രതികരണത്തെ, പ്രതിപക്ഷത്തെ ബഹുമാനിച്ചു നിൽക്കുന്ന ഒരാശയമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഒഴിച്ചു നിർത്തിയാൽ അടിയന്തരാവസ്ഥ കാലം കോൺഗ്രസ് പാർട്ടിയെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠവും അതുതന്നെയാണ്. സെൻസർഷിപ്പ്, മാധ്യമങ്ങളെ നിയന്ത്രിക്കൽ, മാധ്യമങ്ങളെ ബഹിഷ്കരിക്കൽ, അത് കോൺഗ്രസിന് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. നമ്മുടെ രാജ്യം പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ താഴെത്തട്ടിലേക്ക് പൊക്കൊണ്ടിരിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് പ്രതിപക്ഷമായിരിക്കുന്ന, ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിൻ്റെ റോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും ഒരു മാധ്യമത്തെ ബഹിഷ്കരിക്കുന്നത് ആ പാർട്ടിയുടെ വിശാല രാഷ്ട്രീയ താല്പര്യത്തിന് ചേരുന്നതാണോ എന്ന് അത് ആ പാർട്ടി തീരുമാനിക്കട്ടെ. പക്ഷേ റിപ്പോർട്ടർ TV കോൺഗ്രസിനെയോ കോൺഗ്രസ് നേതാക്കളെയോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളെയോ ബഹിഷ്കരിക്കാനില്ല. ആശയപരമായി വ്യത്യസ്ത താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്നവരാവാം, പക്ഷേ വാർത്തയുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായും സത്യസന്ധത പുലർത്തുന്നു എന്ന് തന്നെയാണ് എഡിറ്റോറിയൽ ടീമിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ വോൾട്ടയർ പറഞ്ഞതുപോലെ നിങ്ങളെ എതിർക്കുവാനുള്ള, എന്നെ എതിർക്കുവാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞാൻ എൻ്റെ ജീവൻ നൽകുകയും സംരക്ഷിക്കും എന്ന ആശയപ്രമാണം വിശ്വസിക്കുന്നൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ ഇന്നലെ റിപ്പോർട്ടർ TVയുടെ പ്രിൻസിപ്പൽ കറസ്പോണ്ടൻ്റായ, പൊളിറ്റിക്കൽ കറസ്പോണ്ടൻ്റായ റോഷിപാലിനെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വേദിയിൽ നിന്ന് മാറ്റി നിർത്തിയത്, പേരെടുത്ത് വിളിച്ചു പറഞ്ഞ് മാറ്റി നിർത്തിയത് അത്യന്തം അപലപനീയമാണ്. അതും ചാനലിൻ്റെ പേര്, ഈ ചാനലിനോടൊപ്പം തന്നെ പ്രവർത്തിച്ചിരുന്ന ചാനലിൻ്റെ മുൻ ചീഫ് എഡിറ്ററായ നികേഷ് കുമാറിൻ്റെ പത്രമല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ആദ്യം ചോദിച്ചത്. പത്രമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പിശകാണെങ്കിൽ അത് തിരുത്തുന്നു. ഈ എഡിറ്റോറിയൽ ടീമാണ് ഈ ചാനലിനെ നിയന്ത്രിക്കുന്നത്. ആ ചാനലിൻ്റെ വ്യക്തമായ എഡിറ്റോറിയൽ പോളിസിയും ഈ ചാനലിനുണ്ട്. ചാനലിലൂടെ നിങ്ങൾക്ക് വിയോജിക്കാം, ചാനലിനെ നിങ്ങൾക്ക് ബഹിഷ്കരിക്കണോ വേണ്ടയോ എന്നുള്ളത് കോൺഗ്രസിന് തീരുമാനിക്കാം. അത് കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. അത് കോൺഗ്രസ് എത്ര കാലം അങ്ങനെ തുടരുന്നു, അതൊക്കെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയമാണ്. അതിലൊന്നും ഇടപെടാൻ റിപ്പോർട്ടർ TV ഇല്ല. പക്ഷേ അത് ശരിയാണോ എന്നത് ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു മാധ്യമപ്രവർത്തകനെ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് നേതാവിന് യോജിച്ച പരിപാടിയല്ല എന്നുകൂടി പറയട്ടെ. നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ബൈറ്റ് നിങ്ങൾക്ക് തരാതിരിക്കാം, ഞങ്ങൾക്ക് മാത്രമായി ഒരു പ്രതികരണം തരാതിരിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. അങ്ങനെ ഒരു നിർദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ, അതല്ല ഞങ്ങളുമായി സഹകരിക്കുന്ന പ്രതികരണങ്ങൾ നൽകുന്ന നേതാക്കളുമുണ്ട്, സ്വാഭാവികമായും അതൊക്കെ ഇനിയും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. പക്ഷേ അത് അത്യന്തം പ്രതിഷേധാത്മകമാണ്, പ്രതിഷേധം അറിയിക്കുക കൂടി ചെയ്യുന്നു. ഇനി വിഷയത്തിലേക്ക് എത്തിയാൽ, സുധാകരൻ്റെ പിടിവാശിയാണോ എന്ന ചോദ്യത്തിന് സുധാകരൻ്റെ പിടിവാശി തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. എന്തുകൊണ്ടാണ് സുധാകരൻ്റെ പിടിവാശി എന്ന് പറയുന്നത്? കാരണം സുധാകരന് ഇതിനകത്തൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുധാകരൻ മല്ലികാർജുൻ ഖർഗെയെ പോയി കണ്ട്, രാഹുൽ ഗാന്ധിയെ പോയി കണ്ട് തൻ്റെ ക്ലെയിമൊക്കെ അവിടെ അവതരിപ്പിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വേദിയിൽ KC വേണുഗോപാൽ ഉണ്ടായിരുന്നില്ല, പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയുമാണ്. 40 മിനിറ്റ് നേരം സംസാരിച്ചു കഴിഞ്ഞ് തൻ്റേതായിട്ടുള്ള എല്ലാ അവകാശവാദങ്ങളും അവതരിപ്പിച്ചു കഴിഞ്ഞതിനു ശേഷം തിരികെ വേണ്ടി വന്നാൽ ഒരു മാറ്റമുണ്ടാകുമെന്ന സൂചന മല്ലികാർജുൻ ഖർഗെ നൽകുന്നുണ്ട്. അതിനെ തുടർന്നാണ് അദ്ദേഹം മടങ്ങുന്നതും. പക്ഷേ മടങ്ങി തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും തിരിച്ച് കെ സുധാകരന് അതിൻ്റെ അപകടം മണക്കുന്നു. കെ സുധാകരനെ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ കെ സുധാകരൻ്റെ റോൾ എന്താ? ഒറ്റ റോളേ കെ സുധാകരനുള്ളൂ, MP. അത് കണ്ണൂരിലെ MP എന്ന നിലയിലാണ്. കണ്ണൂരിലെ MP എന്ന നിലയിൽ കെ സുധാകരൻ്റെ പെർഫോമൻസ് എന്തെങ്കിലും വലിയ മികവുറ്റ പെർഫോമൻസ് ആയിരുന്നു? അല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തത്. കണ്ണൂരിൽ പോയി അതിൽ ഒരു പിശകും സംഭവിച്ചിട്ടുമില്ല. പക്ഷേ കെ സുധാകരനെ വിജയിപ്പിച്ചതിൻ്റെ കാരണം ആ സമയത്ത് ഒരു പൊളിറ്റിക്കൽ വേവാണ്. അത് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ വിശദീകരിച്ചതാണ്. എന്തായിരുന്നു ആ പൊളിറ്റിക്കൽ വേവ്? ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ കോൺഗ്രസിൻ്റെ ഭാഗമായി ഉണ്ടാവുകയും BJPക്കെതിരെയുള്ള ആ വേവിൽ കണ്ണൂരിലെ ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും സ്വാഭാവികമായും UDFന് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഒരു ബലം സുധാകരന് കിട്ടി എന്നുള്ളത് വാസ്തവമാണ്. അതല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ കെ സുധാകരനെ അതിനുശേഷം കെ സുധാകരനെ മാറ്റേണ്ടിയിരുന്നതാണ്. ആ കെ സുധാകരനെ പക്ഷേ പിന്നീട് മാറ്റാൻ കഴിഞ്ഞില്ല. 1 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു വലിയ കരുത്തായിട്ട് മാറി. പക്ഷേ കെ സുധാകരൻ്റെ അനാരോഗ്യം അതുതന്നെയാണ് പാർട്ടിയിൽ ചർച്ചയാവുന്നതും ദീപദാസ് മുൻഷിയുടെ റിപ്പോർട്ടിലുള്ളതും. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരനെ മാറ്റണം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതും അതിൻ്റെ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നതും. പക്ഷേ കെ സുധാകരൻ ഭയന്നു. അവിടെ ഏതെങ്കിലും തരത്തിൽ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ കണ്ണൂർ MP എന്നൊരൊറ്റ നിലയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും.
മാത്രവുമല്ല, അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നറിയാം. കെ സുധാ ഏതെങ്കിലും തരത്തിൽ UDF വിജയിച്ചു വരികയാണെങ്കിൽ കെ സുധാകരൻ്റെ മറുപക്ഷം നിൽക്കുന്നത് ആരാണോ അവരൊക്കെ തന്നെയായിരിക്കും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. സ്വാഭാവികമായും അവരുടെ മുന്നിൽ ഒരു സാധാരണ MP എന്ന നിലയിൽ കെ സുധാകരൻ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. കെ സുധാകരൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായി ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത മന്ത്രിസഭയിൽ ഒരു ഹോം മിനിസ്റ്റർ പദവിയെങ്കിലും കിട്ടുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയാവാൻ കെ സുധാകരനില്ല എന്നുള്ളത് കെ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൽ കെ സുധാകരന് ആ ക്ലെയിം മുന്നോട്ട് വയ്ക്കുന്നില്ല. പക്ഷേ അടുത്ത 2026 UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, ഐ റിപ്പീറ്റ്, വരികയാണെങ്കിൽ കെ സുധാകരനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ, ഒരു വകുപ്പ് അവിടെ വേണം. 2 പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകൾ കെ സുധാകരൻ ലക്ഷ്യമിടുന്നുണ്ട്. അതിലൊന്ന് 2026 UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കണ്ണൂരിലുള്ള MP സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയും കേരള പൊളിറ്റിക്സിലേക്ക് മടങ്ങുകയും പകരം കേരളത്തിലെ ഒരു MLA രാജിവെപ്പിച്ച് അവിടെ നിന്നും കേരളത്തിലെ നിയമസഭയിലേക്ക് മത്സരിച്ച് ഹോം മിനിസ്റ്റർ ആവാനുള്ള താല്പര്യം സുധാകരനുണ്ടോ? ഇത് സുധാകരനുമായി അടുത്ത വൃന്ദങ്ങൾ നൽകുന്ന സൂചനകളാണ്. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു തീരുമാനം വരണമെങ്കിൽ സംഘടനയുടെ തലപ്പത്തുണ്ടാവണം കെ സുധാകരൻ. കണ്ണൂരിൽ MP ആയിരുന്നു കൊണ്ട് മാത്രം കെ സുധാകരന് അടുത്ത മന്ത്രിസഭയിൽ ഏതെങ്കിലും ഒരു ക്ലെയിം ഉന്നയിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ആളുകൾക്ക് സംശയിക്കാം, സ്വാഭാവികമായും അതൊരു സാധ്യതയാണ്. അതല്ലെങ്കിൽ പെട്ടെന്ന് സുധാകരൻ എന്തുകൊണ്ടാണ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോകുന്നത്? സുധാകരനു പകരം ആന്റോ ആന്റണിയുടെയും സണ്ണി ജോസഫിൻ്റെയും ഒക്കെ പേരുകൾ കേൾക്കുന്നു. ആ പേരിലേക്ക് കെ സുധാകരൻ എന്തുകൊണ്ടാണ് യോജിച്ചു പോകാത്ത സാഹചര്യം ഉണ്ടാകുന്നത്? കെ സുധാകരൻ ഇന്ന് നിശബ്ദമായിരിക്കാമല്ലോ. ഈ പറഞ്ഞതുപോലെ തീരുമാനം വരുന്നത് വരെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നത്? KC വേണുഗോപാൽ പറയുന്നത് പോലെ അത്തരമൊരു തീരുമാനമോ ചർച്ചയോ നടക്കുന്നില്ലെങ്കിൽ ഇന്ന് ഇത്ര തിടുക്കപ്പെട്ട് കെ സുധാകരൻ എന്തിനാണ് മാധ്യമങ്ങളെ കാണുന്നത്? മാത്രമല്ല, കെ സുധാകരനെ ഉൾപ്പെടുത്തിയുള്ള AICCയുടെ പ്രത്യേക യോഗത്തിന് തീരുമാനം ലംഘിച്ചിരിക്കുകയല്ലേ? പാർട്ടിയുടെ ഏതെങ്കിലും അഭിപ്രായത്തിന് വിരുദ്ധമായി ഒരു നേതാവും പുറത്ത് പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം. ആ നിർദ്ദേശം കൊടുത്തത് KC വേണുഗോപാലുമാണ്. ആ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിലാണ് തീരുമാനിച്ചത്. ആ തീരുമാനമാണ് യഥാർത്ഥത്തിൽ കെ സുധാകരൻ ലംഘിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഹൈക്കമാൻഡിനോടുള്ള വെല്ലുവിളി എന്ന നിലയിൽ കൂടിയാണ് അത് വരുന്നത്. ഏതെങ്കിലും തരത്തിൽ എന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. അതുണ്ടാക്കുന്ന പാർട്ടിയിൽ ഉണ്ടാക്കുന്ന ചലനം ചെറുതല്ല. കാരണം കെ സുധാകരൻ ഇപ്പോഴും കേരളത്തിൽ വലിയ ആരാധകരുണ്ട്. കെ സുധാകരൻ ബ്രിഗേഡ്, KS ബ്രിഗേഡ് എന്നുള്ളത് കേരളത്തിൽ ഇപ്പോഴും വളരെ ആക്റ്റീവായ ഒരു ബ്രിഗേഡാണ്. എന്തൊക്കെ നിങ്ങൾക്ക് വിയോജിപ്പുകളുണ്ടെങ്കിലും കെ സുധാകരനോളം തലപ്പൊക്കമുള്ളൊരു നേതാവിനെ കേരളത്തിൽ പുതുതായിട്ട് കണ്ടെത്താനില്ല എന്നതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രശ്നം. അതിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നോട് ഇന്ന് പറഞ്ഞൊരു കാര്യം, KSനു പകരം ആര്? ഇതാണ് ഇപ്പോൾ കോൺഗ്രസിലെ ഒരു വലിയ പ്രതിസന്ധി. കാരണം KSനെ സംബന്ധിച്ച് ഗ്രൂപ്പിൻ്റെ ഒക്കെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും KS പറഞ്ഞാൽ പിന്നെ അതിനകത്തൊരു ഫൈനൽ വേർഡ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ KSൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ടാണ് KS പറഞ്ഞാൽ മറുവാക്ക് പറയാത്തൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് KSനോളം ഗരിമയും KSനോളം തലപ്പൊക്കവുമുള്ള ഒരു നേതാവിനെ കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ ആന്റോ ആന്റണി, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ, ഇപ്പോൾ തിരുവിതാംകൂറിലോ പത്തനംതിട്ടയിലോ അതിന് പുറത്തോ ഒരു പാൻ കേരള ലീഡർഷിപ്പ് ഇല്ലാത്ത ഒരു നേതാവാണ് വരുന്നതെങ്കിൽ KS കടന്നു വരുന്നതും, ആ നേതാവിനോട് പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്, KS നടന്നു വരുന്നതും ആന്റോ ആന്റണി നടന്നു വരുന്നതും തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ. ഒരു ക്രൗഡ് പുള്ളറുടെ ഫീലിംഗ് KSനല്ലേ ഉള്ളത്, ആന്റോ ആന്റണിക്കാണോ ഉള്ളതെന്ന് ചോദിക്കുന്നത് ആ നേതാവിൻ്റെ പെർസ്പെക്റ്റീവാണ് കേട്ടോ. ആ നേതാവ് KS അനുകൂലിയല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ പ്രശ്നം പാർട്ടിക്കുള്ളിൽ കിടക്കുകയാണ്. പകരം ഒരു നേതാവിനെ തീരുമാനിക്കുന്നത് എങ്ങനെ, ആരായിരിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട KCBCയുടെ തന്നെ ചുമതലപ്പെട്ടവർ ഹൈക്കമാൻഡിനോട് പല ഘട്ടങ്ങളിലായി 6 മാസം മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുമോ? നേരത്തെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ക്രിസ്ത്യൻ വോട്ടിൽ നിർണായകമാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് കോൺഗ്രസിൻ്റെ യുവജന വിഭാഗം പറയുന്നത്? പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറയുന്നുണ്ട്. കെ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നം അവിടെ ഇരിക്കട്ടെ. അദ്ദേഹം പറയുന്നുണ്ട്, ആ നേതാവ് പറയുന്ന വാചകം ഇതാണ്, ഞങ്ങൾ കൂടി ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പുറത്തു തുറന്നു പറഞ്ഞാൽ ഇത് താങ്ങാനുള്ള ആരോഗ്യം ഈ പാർട്ടിക്കില്ല എന്ന് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ മെച്യൂരിറ്റി കാണിക്കണമെന്നാണ് ഈ യുവ നേതാവ് പറയുന്നത്. അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? അത് ഇത്ര വർഷം ഈ പാർട്ടിയിൽ പണിയെടുത്ത് ഈ പാർട്ടിയെ പാർട്ടിയാക്കി മാറ്റി പാർട്ടിയെ അതിൻ്റെ എല്ലാ വിഷമഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും പിടിച്ചു നിർത്തിയ മുതിർന്ന നേതാക്കളെ നോക്കിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ വാങ്ങിക്കൊടുത്ത പാർട്ടിയെ നോക്കിയാണ്. അതേപോലെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ വലിയ നേട്ടത്തിലേക്ക് എത്തിച്ച ഒരു നേതൃത്വത്തെക്കുറിച്ചാണ്. അപ്പോൾ പ്രത്യേകിച്ചത് ഒന്ന് KC വേണുഗോപാലിനെതിരെയും അത് കെ സുധാകരനെതിരെയുമുള്ള കൃത്യമായിട്ടുള്ള
മുരളീധരനെതിരെയുള്ള ഒരു ടാർജറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുരളീധരനാണല്ലോ കേസിന് അനുകൂലമായിട്ട് രംഗത്ത് വരുന്നത്. ആകെ ഇതിനകത്ത് പരസ്യ പ്രതികരണം നടത്തിയ ഒരേ ഒരു നേതാവ് മുരളീധരൻ മാത്രമാണ്. അപ്പോൾ ഈ നേതാവ് എന്ന് പറയുന്നത് പുറത്ത് നിങ്ങൾ പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ അത് ആരെയും ഉദ്ദേശിക്കുന്നത്? വേറെ ഒരു നേതാവും പ്രതികരിച്ചിട്ടില്ലല്ലോ. ഒരു നേതാവും പ്രതികരിച്ചിട്ടില്ല. ബെന്നി ബെഹനാൻ പ്രതികരിച്ചിട്ടുണ്ടോ? പ്രതികരിച്ചിട്ടില്ല. കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും തരത്തിൽ വി ഡി സതീശൻ പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല. ആകെ ഒറ്റ നേതാവേ പ്രതികരിച്ചിട്ടുള്ളൂ. ആ നേതാവിൻ്റെ പേര് മുരളീധരനാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് MLA ലക്ഷ്യം വയ്ക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ സുധാകരനോടൊപ്പം നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ തന്നെയാണ്. അതാ മുരളീധരനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. നേതാക്കൾ കുറച്ചുകൂടി പക്വത കാണിക്കണം, പുറത്തുപോയി ഇത് പറഞ്ഞ് ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ പാടില്ല. മാധ്യമങ്ങളെ നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ. നിങ്ങൾ മുരളീധരനെ കുറ്റം പറയുന്നത് എന്തിനാ? അതും മാധ്യമങ്ങളുടെ മുന്നിലെത്തി പറയുന്നത് എന്തിനാ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കണം, പക്വതയുള്ള തീരുമാനമെടുക്കണം എന്ന് ഉപദേശിച്ചു കൊടുക്കുന്നത് പണ്ട് കാലത്ത് കാർത്തികേയൻ അണിഞ്ഞിരുന്ന വേഷം അണിയാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിലേക്കാണ്. എങ്ങനെയാണ് ഈ പറയുന്ന യുവജന വിഭാഗം നേതാക്കൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ വിമർശിക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊന്നും പാർട്ടിയെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ മുന്നിൽ അത്ര നല്ല പ്രതിച്ഛായ അല്ല ഉണ്ടാക്കാൻ പോകുന്നത്. അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. അവിടെ പാർട്ടി AICC പ്രസിഡന്റിനെ തിരഞ്ഞെടുപ്പ് നടത്തിയൊരു പാർട്ടിയല്ലേ ഇത്? ആ പാർട്ടി മല്ലികാർജ്ജുൻ ഖാർഗെയെ തിരഞ്ഞെടുത്തില്ലേ? KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ എന്തുകൊണ്ടാണ് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താത്തത്? മുമ്പ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ പല ഘട്ടങ്ങളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ലേ? വയലാർ രവി എങ്ങനെയാണ് KPCC അധ്യക്ഷനായത്? AK ആന്റണി എങ്ങനെയാണ് പിന്നീടാവുന്നത്? എങ്ങനെയാണ് ഓരോ ഘട്ടങ്ങളിലും ഈ KPCCയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? അതേപോലെ ചില ഘട്ടങ്ങളിൽ KPCC അധ്യക്ഷന്മാർ തിരിച്ചു വീട്ടിൽ പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. താൻ പോലും അറിയാതെയാണ് ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. TV നോക്കിയപ്പോൾ ഞാൻ അറിഞ്ഞു എന്നാണ് PP തങ്കച്ചൻ പറഞ്ഞത് അന്ന്. അതേപോലെ തെന്നല ബാലകൃഷ്ണ പോയ കഥയും നമുക്കറിയാം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോയ കഥയും നമുക്കറിയാം. അതൊക്കെ നന്നായിട്ട് സുധാകരൻ നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രശ്നത്തിലേക്കൊരു ഏറ്റവും അവസാനമായി രമേശ് ചെന്നിത്തല പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്കാണ് ഏറെക്കുറെ മാന്യമായ ഒരു എക്സിറ്റ് കിട്ടിയത്. മാന്യമായ എക്സിറ്റ് ആയിരുന്നു. അല്ല, ഇപ്പോഴും സേയുടെ ഒരു പ്രശ്നമില്ല. നോക്കൂ, ഇപ്പൊ തെന്നല ബാലകൃഷ്ണ പോകുന്നു, എന്നിട്ട് രമേശ് ചെന്നിത്തല വരുന്നു. വളരെ പ്രധാനമാണ് ആ മാറ്റം എന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തല മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന VM സുധീരൻ ഇപ്പോൾ ഉണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ നോക്കൂ, ഒരു വർഷം പിന്നുള്ളത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ത് സേയാവുള്ളത്? രമേശ് ചെന്നിത്തലയ്ക്ക് പോലും എന്ത് സേയാവുള്ളത്? അപ്പൊ ആ വിഷയങ്ങൾ സുധാകരൻ അറിയാം. അതെ, അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ കേസിനെ ഈ പിടിവാശിയുടെ പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടാകുന്ന ഒരു പ്രതിച്ഛായയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാർട്ടി തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് കുറച്ചുകൂടി കൃത്യമായി ചിട്ടയോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ട സമയവും സാഹചര്യവുമായിരിക്കുന്നു. മുതിർന്ന പാർട്ടി നേതാക്കൾ ഒട്ടേറെ തലയെടുപ്പുള്ള നേതാക്കളെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ദിവസമല്ലല്ലോ തലയെടുപ്പുള്ള നേതാവ് വരുന്നത്. മാത്രമല്ല കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ശൈലിയുടെ കാലം പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പകരം ബെന്നി ബെഹനാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ KPCC, ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യം, ബെന്നി ബെഹനാൻ കേരളത്തിൽ ഒരു പാൻ ഫേസ് ഉള്ള ഒരു ലീഡർഷിപ്പ് അല്ലേ? ബെന്നി ബെഹനാനെ കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം? UDF കൺവീനർ ആയിരുന്നില്ല. ബെന്നി ബെഹനാനെ കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം? ബെന്നി ബെഹനാനെ കൊണ്ടുവന്നാൽ വളരെ പ്രശ്നമാണ്. A ഗ്രൂപ്പ് റീആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഈ മുഴുവൻ ബെന്നി ബെഹനാൻ്റെ കയ്യിലിരിക്കും. അടുത്ത മന്ത്രിസഭാ തീരുമാനം വരുമ്പോൾ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ബെന്നി ബെഹനാൻ ആണ് എന്ന നിലയിലേക്ക് വരും. അപ്പോൾ ഒരു തരത്തിൽ ഈ തങ്ങൾക്ക് അനുകൂലമായ പ്രവർത്തിക്കുന്ന ഒരു അത്ര ശക്തിയില്ലാത്ത ഒരു ദുർബലനായ KPCC അധ്യക്ഷനെ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി വളരെ പ്രസക്തമാണ് കേട്ടോ. ആ ചോദ്യത്തോടുകൂടി ഞാനിത് അവസാനിപ്പിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ഇത് കേസിൻ്റെ പിടിവാശിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ കേസിൻ്റെ പിടിവാശി ഇനി എത്ര കാലം മുന്നോട്ട് പോകും, ഹൈക്കമാൻഡിന് എത്ര കാലം അത് കണ്ടു നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. Meet the editors.